Good morning to all. ഈ വീഡിയോ ലെക്ചറിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് കോയിൽഡ് സർക്യൂട്ട്സിന്റെ കുറച്ച് പ്രോബ്ലംസ് ഡോട്ട് കൺവെൻഷൻ വെച്ചുള്ള പ്രോബ്ലംസും സിമിലർലി ലീനിയർ ട്രാൻസ്ഫോമറിന്റെ പ്രോബ്ലംസും ആണ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ റൈറ്റ് മെഷ് ഇക്വേഷൻസ് ഫോർ ദ നെറ്റ്വർക്ക് ഷോൺ ബിലോ. ഈ സർക്യൂട്ടിന്റെ മെഷ് ഇക്വേഷൻസ് എഴുതാനാണ് പറയുന്നത്. സോ ഇതിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഡിപ്പെൻഡന്റ് സോഴ്സ് വെച്ചുകൊണ്ടുള്ള ഫിഗർ വരയ്ക്കാം. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ആ റെസിസ്റ്റൻസ് വന്നു R. മുമ്പത്തുള്ള എൻ്റെ വീഡിയോ ലെക്ചേഴ്സിൽ ഡോട്ട് കൺവെൻഷൻ വെച്ചുള്ള പ്രോബ്ലംസ് ചെക്ക് ചെയ്തിട്ടുണ്ട്. സോ ആ രീതിയിൽ തന്നെ ഇതും വർക്കൗട്ട് ചെയ്ത് പോവുകയാണ്. സോ ഇവിടെ ഇൻഡക്റ്റൻസ് വരുന്നു, പിന്നെ അതിനോടൊപ്പം രണ്ട് ഡോട്ട് ഉണ്ട്. ആദ്യം ആ ഫിഗർ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എന്നിട്ട് ഡോട്ടിന് സൈൻ കൊടുക്കാം. രണ്ട് ഡോട്ട് സിമ്പിൾസ് ഉള്ളതുകൊണ്ട് ഇവിടെ രണ്ട് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് മാർക്ക് ചെയ്യാം. രണ്ട് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഇൻഡക്ടർ, വീണ്ടും രണ്ട് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉണ്ട്, അത് രണ്ടും മാർക്ക് ചെയ്യുന്നു. സിമിലർലി മൂന്നാമത്തെ ആമിലുള്ളത് ചെക്ക് ചെയ്യാം. അവിടെയും ഒരു ഇൻഡക്ടർ, രണ്ട് ഡിപ്പെൻഡൻറ്റ് സോഴ്സ്, അത് കഴിഞ്ഞ് ഇവിടെ ഒരു കപ്പാസിറ്ററും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം. ഇനി ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഡോട്ട്സിന് ഇക്വലൻ്റ് ആയിട്ട് കറസ്പോണ്ടിങ് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് മാർക്ക് ചെയ്യുക. സോ സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കാം. ഇനി കറണ്ടിന്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യാം. I1, സിമിലർലി I2, സിമിലർലി I3. റെസിസ്റ്റൻസ് ഇൻഡക്റ്റൻസിന്റെ വാല്യൂസ് മാർക്ക് ചെയ്യാം. L1, L2, L3 ആൻഡ് കപ്പാസിറ്റർ C. ഇനി നമുക്ക് പൊളാരിറ്റി അസൈൻ ചെയ്യാം. പൊളാരിറ്റി അസൈൻ ചെയ്യുന്നതിന് മുമ്പ് ആ ഡോട്ട്സ് വെച്ചുകൊണ്ട് നമുക്ക് പൊളാരിറ്റീസ് അസൈൻ ചെയ്യാം. അപ്പോൾ സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഒരു സർക്കിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയും കറസ്പോണ്ടിംഗ്ലി സർക്കിൾ ഉണ്ട്. അതായത് ഫസ്റ്റ് കോയിലും സെക്കൻഡ് കോയിലും തമ്മിലുള്ള ഇൻഡക്റ്റൻസ് ആണ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് മീൻ ചെയ്യുന്നത്. ഫസ്റ്റ് കോയിലിൽ കറണ്ട് എൻ്റർ ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് കോയിലിൽ കറണ്ട് എൻ്റർ ചെയ്യുന്നു. സിമിലർലി സെക്കൻഡ് കോയിലും കറണ്ട് എൻ്റർ ചെയ്യാണ്. സോ അതുകൊണ്ട് എയ്ഡ് ചെയ്യാണ്, ഹെൽപ്പ് ചെയ്യാണ്. സോ അതുകൊണ്ട് പ്ലസ് നെഗറ്റീവ് വരുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ കറസ്പോണ്ടിങ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഫസ്റ്റും സെക്കൻഡും തമ്മിലായുണ്ട് M12 d/dt ഓഫ്. ഇനി d/dt ഓഫ് ഈ സെക്കൻഡ് കോയിൽ കാരണമാണ് ഈ ഫസ്റ്റ് കോയിലേക്ക് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് I2 മൈനസ് I3, അതാണ് ഇതിൻ്റെ പൊട്ടൻഷ്യലായിട്ട് വരുന്നത്. സിമിലർലി സെക്കൻഡ് ഡിപ്പെൻഡൻറ്റ് സോഴ്സിൻ്റെ ചെക്ക് ചെയ്യാം. ഈ കാണിച്ചിരിക്കുന്ന ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിള് ഇവിടെയാണ് അടുത്ത ട്രയാങ്കിൾ വരുന്നത്. അതായത് ഫസ്റ്റും തേർഡും തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്. ഫസ്റ്റ് കോയിലൂടെ കറണ്ട് എൻ്റർ ചെയ്യുന്നു, സെക്കൻഡ് കോയിലൂടെ കറണ്ട് ലീവ് ചെയ്യുന്നു. സോ അതുകൊണ്ട് ഒബ്വിയസ്ലി പൊളാരിറ്റി നെഗറ്റീവ് പോസിറ്റീവ് ആയിരിക്കും. ഇനി അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് ഫസ്റ്റും തേർഡും തമ്മിലാണ്. സോ 1, 3. ഇനി തേർഡ് കോയിലിന്റെ എഫക്റ്റ് ആണ് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് d/dt, I3 ആണ് അവിടുത്തെ കറണ്ട്. സോ അത് di3/dt ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. സിമിലർലി നമുക്ക് അടുത്ത സെക്കൻഡ് വൺ എഴുതാം. ഇവിടെ എഗെയിൻ നോക്കുമ്പം സെക്കൻഡും ഫസ്റ്റും ആണ്. അത് എനിവേ അതും മറ്റേതിൻ്റെ അതേപോലെ തന്നെ വരും, പ്ലസ് മൈനസ്, റൈറ്റ്. ബട്ട് ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നതിൽ ചെറിയൊരു ഡിഫറൻസ് വരും. സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലേക്കാണ്. സോ M21 d/dt ഓഫ് ഇവിടെ കൂടെ പോകുന്ന കറണ്ട്, ഈ ഇൻഡക്റ്റൻസിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് I1 മൈനസ് I2 ആണ്. സോ I1 മൈനസ് I2, റൈറ്റ്. ഇനി സിമിലർലി ഈ കോയിലുള്ള നമുക്ക് ചെക്ക് ചെയ്യാം. ഈ കോയിലുള്ള ഈ ഡിപ്പെൻഡൻറ്റ് സോഴ്സിൻ്റെ ചെക്ക് ചെയ്യാം. അഗെയിൻ ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ളതാണ്. അപ്പോൾ സെക്കൻഡും തേർഡിലാണ് വീണ്ടും ഈ സ്ക്വയർ വരുന്നത്. രണ്ടിലും കറണ്ട് ലീവ് ചെയ്യാണ്. സോ പ്ലസ് നെഗറ്റീവ്. സെക്കൻഡും തേർഡും ആയതുകൊണ്ട് M23 ആയിട്ട് മാർക്ക് ചെയ്തു. d/dt ഓഫ് തേർഡിൻ്റെ കറണ്ട്, തേർഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I3 ആണ്. സോ di3/dt. ഇനി സിമിലർലി അടുത്ത ഇവിടത്തുള്ളത് ബാലൻസ് ഉള്ളത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് ട്രയാങ്കുലറിൻ്റെ ആണ്. ട്രയാങ്കിൾ ആദ്യം വന്ന 1, 3 ആണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ മാർക്ക് ചെയ്തത് മൈനസ് പ്ലസ് ആണ്. ഇവിടെ അതേ കണക്ക് തന്നെ മൈനസ് പ്ലസ്, റൈറ്റ്. കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതാം. സോ ഓക്കെ, M3 നിന്ന് 1 സോ M31 d/dt ഓഫ് ഫസ്റ്റിലൂടെ പോകുന്ന കറണ്ട് I1 മൈനസ് I2. ഫസ്റ്റ് ഇൻഡക്റ്റൻസിലൂടെ പോകുന്ന കറണ്ട് I1 മൈനസ് I2. സിമിലർലി അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പ്ലസ് നെഗറ്റീവ്, കാരണം ഇവിടെയും പ്ലസ് നെഗറ്റീവ് ആയിരുന്നു. ഇവിടെ M32 d/dt ഓഫ് സെക്കൻഡ് കോയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2 മൈനസ് I3. സോ നമ്മൾ ഇതിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞു.
ഇനി ഇതിൻ്റെ ഇക്വേഷൻസ് എഴുതാം. സോ ഫസ്റ്റ് ലൂപ്പിൻ്റെ ഇക്വേഷൻ, ഫസ്റ്റ് ലൂപ്പിൻ്റെ സോ അതിൻ്റെ വി ഓഫ് ടി അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് വി ഓഫ് ടി ഈക്വൽ ടു കറണ്ടിൻ്റെ ഡയറക്ഷൻ വെച്ച് എഴുതുകയാണ് I1 R റൈറ്റ് I1 R പ്ലസ് L1 ഇൻറ്റു ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 മൈനസ് I2 ആണ്. സോ L1 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് I1 മൈനസ് I2. നെക്സ്റ്റ് നമ്മൾ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഈ സോഴ്സ് വരുന്നത്, അതുകൊണ്ട് M12 ഡി ബൈ ഡി ടി ഓഫ് M12 ഡി ബൈ ഡി ടി ഓഫ് I2 മൈനസ് I3 റൈറ്റ്. ബട്ട് നെക്സ്റ്റ് സോഴ്സ് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്, സോ അതുകൊണ്ട് മൈനസ് M31 ഡി ബൈ ഡി ടി ഓഫ് I3 റൈറ്റ്. ഇത് ഇക്വേഷൻ 1 ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. സിമിലർലി സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് എഴുതാം. സെക്കൻഡ് ഇക്വേഷനിൽ സെക്കൻഡ് ലൂപ്പിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ വോൾട്ടേജ് സോഴ്സ് ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് ഒന്നുമില്ല, സോ 0 ഈക്വൽ ടു ഫസ്റ്റ് വൺ നമുക്ക് ഈ ഇൻഡക്റ്റൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. L2 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് I2 മൈനസ് I3 പ്ലസ് ഇനി ഈ സോഴ്സ് നമ്മുടെ അതേ ഡയറക്ഷനിലാണ്, സോ പ്ലസ് M21 ഡി ബൈ ഡി ടി ഓഫ് I1 മൈനസ് I2. അഗെയിൻ നെക്സ്റ്റ് സോഴ്സ് നമ്മുടെ അതേ ഡയറക്ഷൻ പ്ലസ് M23 ഡി ബൈ ഡി ടി ഓഫ് I3. ഇനി അഗെയിൻ നെക്സ്റ്റ് സോഴ്സ് നമ്മുടെ അതേ ഡയറക്ഷനിലാണ്, നെക്സ്റ്റ് സോഴ്സ് ഇതാണ്, സോ M13 ഡി ബൈ ഡി ടി ഓഫ് I3. നെക്സ്റ്റ് ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്നു, സോ മൈനസ് M12 ഡി ബൈ ഡി ടി ഓഫ് I2 മൈനസ് I3. ഇനി ഈ ഇൻഡക്റ്റൻസിൻ്റെ പ്ലസ് L1 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് I2 മൈനസ് I1. ഫസ്റ്റ് ലൂപ്പുമായിട്ടാണ് അത് ഷെയർ ചെയ്യുന്നത്, ഇക്വേഷൻ 2 ആയിട്ട് അത്. തേർഡ് ലൂപ്പിൻ്റെയും സിമിലർലി നമുക്ക് എഴുതാം. തേർഡ് ലൂപ്പിൻ്റെ ഇത് സെക്കൻഡ് ലൂപ്പ്, നെക്സ്റ്റ് തേർഡ് ലൂപ്പും ഈ എൻഡിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. L3 അഗെയിൻ ഇത് ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് 0 ഈക്വൽ ടു L3 ഇൻറ്റു ഇവിടെ കൂടെ പോകുന്ന കറണ്ടിൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി ടി ഓഫ് കറണ്ട് I3 ആണ്. ഇനി നമ്മുടെ വരുന്ന ഡയറക്ഷൻ പ്ലസ് നെഗറ്റീവ് ആണ്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് മൈനസ് പ്ലസ് വരുന്നു, സോ മൈനസ് M31 ഡി ബൈ ഡി ടി ഓഫ് I1 മൈനസ് I2. അഗെയിൻ പ്ലസ് നെഗറ്റീവ് നമ്മൾ പോകുന്ന അതേ ഡയറക്ഷനിൽ വന്നു, സോ പ്ലസ് M32 ഡി ബൈ ഡി ടി ഓഫ് I2 മൈനസ് I3. നെക്സ്റ്റ് കപ്പാസിറ്റർ വരുന്നു. കപ്പാസിറ്റർ വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 1/c ഇൻ്റഗ്രൽ IDT ആണ്, സോ ഇവിടെ 1/c ഇൻ്റഗ്രൽ I3 അവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I3 ആണ്, സോ ഇൻ്റഗ്രൽ I3 dt. എഗെയിൻ നമ്മൾ പോകുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വന്നു, സോ മൈനസ് M23 ഡി ബൈ ഡി ടി ഓഫ് I3. അഗെയിൻ ഓപ്പോസിറ്റ് ആയിട്ട് അടുത്ത ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വന്നു, മൈനസ് M21 ഡി ബൈ ഡി ടി ഓഫ് I1 മൈനസ് I2. സോ നെക്സ്റ്റ് ഇൻഡക്റ്റൻസ് L2 പോകുന്ന കറണ്ട് L2, സോ L2 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് അവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I3 മൈനസ് I2. ഇക്വേഷൻ 3 ആയിട്ടും ഇത് മാർക്ക് ചെയ്യും. സോ നമ്മൾ 3 മെഷ് ഇക്വേഷൻസ് എഴുതി കഴിഞ്ഞു. ഇനി ഏതെങ്കിലും രീതിയിൽ യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് ഫ്രീക്വൻസി ഡൊമൈനിലുള്ള അല്ലെങ്കിൽ എസ് ഡൊമൈൻ ഇക്വേഷൻസ് ആണ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇതിനെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഫസ്റ്റ് എക്സ്പ്രഷൻ V of S equal to R into I1 of S plus S into L1 of I1 of S minus I2 of S plus M12 into S into I2 of S minus I3 of S minus M31 into S into I3 of S. ആ രീതിയിൽ മാർക്ക് ചെയ്ത് പോവുക. ഡി ബൈ ഡി ടിക്ക് എസ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എസ് ഇൻറ്റു എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുക. സിമിലർലി ഇൻഡക്റ്റൻസ് വരുന്നുണ്ട്, 1/c ഇൻ്റഗ്രൽ I3 dt വരുന്നുണ്ടെങ്കിൽ 1/SC I3 ds ആയിട്ട് മാർക്ക് ചെയ്യണം. ഈ രീതിയിൽ അത് കണ്ടിന്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഇൻ ദ സർക്യൂട്ട് ഷോൺ ഫൈൻഡ് ദ വോൾട്ടേജസ് V1 ആൻഡ് V2 എന്നാണ് ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെടുന്നത്. സോ അഗെയിൻ ഈ സർക്യൂട്ടിനെ നമുക്ക് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ കറണ്ട് സോഴ്സ് ഇവിടെ I1 ആയിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം, I1. നെക്സ്റ്റ് ഡോട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഉടൻ തന്നെ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് യൂസ് ചെയ്യുക, ഡിപ്പെൻഡൻറ്റ് സോഴ്സ്. നെക്സ്റ്റ് ഇൻഡക്റ്റൻസ്, അഗെയിൻ ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സ്.
ഇനി നെക്സ്റ്റ് അഗെയിൻ ഇൻഡക്റ്റൻസ് ആൻഡ് ഇവിടെ നിന്ന് ഒരു കറണ്ട് സോഴ്സ് വരുന്നുണ്ട്, അത് I2 ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, I2 ഇത് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇവിടുത്തെ ഡിപ്പെൻഡൻറ്റ് സോഴ്സിൻ്റെ ഡയറക്ഷൻസ് നമുക്ക് എൻ്റർ ചെയ്യാം. അതിന് മുമ്പ് ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ ഉള്ള ബാലൻസ് ഉള്ള ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ 2 ഹെൻറി 5 ഹെൻറി എൻ്റർ ചെയ്തു. ഇനി നമുക്ക് ഇവിടുത്തെ ഡിപ്പെൻഡൻറ്റ് സോഴ്സിൻ്റെ ഡയറക്ഷൻ വെച്ചുള്ള നോക്കാം. ഈ കറണ്ട് ഫ്ലോ ഇൻഡക്റ്റൻസിൽ എൻ്റർ ചെയ്യാണ്. സോ ആ ഡോട്ട് വരുന്നിടത്ത് കറണ്ട് എൻ്റർ ചെയ്യുന്നു. സിമിലർലി നെക്സ്റ്റ് വരുന്ന കറണ്ട്, ഇതിൽ കൂടെ പോകുന്ന കറണ്ട് I3 ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ I3 ഈ ഡോട്ടിൽ എൻ്റർ ചെയ്യാണ്. അപ്പോൾ അവിടെയും പ്ലസ് നെഗറ്റീവ്. ഇനി ഇതിൻ്റെ വാല്യൂ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, ഈ ഡിപ്പെൻഡൻറ്റ് സോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M ആണ്. M 2 ഹെൻറി ആയിട്ട് തരുന്നുണ്ട്. സോ M ഇൻറ്റു D ആ ഇൻഡക്റ്റൻസിലൂടെ പോകുന്ന കറണ്ടിൻ്റെ ഡെറിവേറ്റീവ് വരുന്നു. സോ M എന്ന് പറയുന്നത് 2 D/dt ഓഫ് I3. ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I3 ആയിട്ടാണ് തന്നിരിക്കുന്നത്. സിമിലർലി ഈ ഡിപ്പെൻഡൻറ്റ് സോഴ്സിൻ്റെ ഇതേ കണക്ക് നോക്കുമ്പോൾ 2 ഇൻറ്റു D/dt ഓഫ് I1, റൈറ്റ്, I1 ആയിട്ട് വന്നു. നെക്സ്റ്റ് ഇവിടെ I2 ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി V1 V2 കൂടെ മാർക്ക് ചെയ്യാം. V1 എന്ന് പറയുന്നത് ഈ ഇൻഡക്റ്റൻസിന് അക്രോസ് ആണ്. അപ്പോൾ ഇപ്പോൾ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയും ഭാഗത്തിന് അക്രോസ് ആയിരുന്നു. ഇൻഡക്റ്റൻസിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ ഈ ഡിപ്പെൻഡൻറ്റ് സോഴ്സും കൂടെ വരുന്നുണ്ട്. സോ ഇത്രയും ഭാഗത്തുള്ളതാണ് V1 ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സിമിലർലി V2 എന്ന് പറയുന്നതും ഈ കംപ്ലീറ്റ് ഭാഗത്തുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സോ അതിനോടൊപ്പം ഈ സർക്യൂട്ടിൽ കറണ്ട് I3 ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആയിട്ടും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഈ കറണ്ട് I3 വെച്ചുകൊണ്ടുള്ള എക്സ്പ്രഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. I3 ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 പ്ലസ് I2. I3 ഈക്വൽ ടു I1 പ്ലസ് I2. I1 ഉം I2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5 e⁻t പ്ലസ് 10 e⁻t ഈക്വൽ ടു 15 e⁻³ ആണ് I3 ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. 15 e⁻³ ആംപിയർ ആയിട്ട് നമുക്ക്. സോ നെക്സ്റ്റ് നമുക്ക് V1 കാൽക്കുലേറ്റ് ചെയ്യാം. V1 ഈക്വൽ ടു, V1 എന്ന് പറഞ്ഞാൽ ഇതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പാണ്. സോ അതിന് മുമ്പ് ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. ഈ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ 2 ഹെൻറി അല്ല 3 ഹെൻറി ആണ് ഈ തന്നിരിക്കുന്നത്. സോ അത് കറക്റ്റ് ചെയ്യണം. 3 ഹെൻറി ആയിട്ട് ഒന്ന് മാറ്റി മാർക്ക് ചെയ്യാം. സോ അത് 3 ഹെൻറി ആണ്. സോ അപ്പോൾ V1 എഴുതാം. V1 ഈക്വൽ ടു 2 ഇൻറ്റു I3യുടെ ഡെറിവേറ്റീവ് ആണ്. സോ 2 ഇൻറ്റു I3 ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 15 ഇൻറ്റു -1 ഇൻറ്റു e⁻t പ്ലസ്, റൈറ്റ്, പ്ലസ് 3 ഹെൻറിക്ക് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ്. സോ പ്ലസ് 3 ഇൻറ്റു D/dt ഓഫ് ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 ആണ്. I1 എന്ന് പറയുന്നത് 5 e⁻t ആണ്. സോ 5 e⁻t ഡെറിവേറ്റീവ്, ദാറ്റ് മീൻസ് 3 ഇൻറ്റു 5 ഇൻറ്റു -1 e⁻t. സോ ഇത് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈമിൻ്റെത് -30, സെക്കൻഡിൻ്റെത് -15. സോ -45 e⁻t ആംപിയർ ആയിട്ട് V1 നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. സിമിലർലി V2 കാൽക്കുലേറ്റ് ചെയ്യാം. V2 എന്ന് പറയുന്നത് ഇതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് സോഴ്സിൻ്റെതാണ്. ഡിപ്പെൻഡൻറ്റ് സോഴ്സിൻ്റെത് 2 ഇൻറ്റു I1ൻ്റെ ഡെറിവേറ്റീവ്. I1ൻ്റെ ഡെറിവേറ്റീവ് എന്ന് 5 ഇൻറ്റു -1 e⁻t പ്ലസ്, ഇനി 5 ഹെൻറിയിലൂടെ പോകുന്ന കറണ്ട് ഉണ്ടാക്കുന്ന വോൾട്ടേജ് ആണ്. സോ അതെന്ന് പറയുന്നത് L ഇൻറ്റു dI3/dt ആണ്. അവിടെ കൂടെ പോകുന്ന കറണ്ട് I3 ആണ്. സോ 5 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് I3, ദാറ്റ് ഈസ് 5 ഇൻറ്റു 15 ഇൻറ്റു -1 e⁻t. സോ ഇത് ചെക്ക് ചെയ്യാം. 2 ഇൻറ്റു 5 10, -10, അതിനോടൊപ്പം തന്നെ -5 ഇൻറ്റു 15, അത് 75 ആയിട്ട് വരും, റൈറ്റ്. സോ അത് ഇൻ എഫക്റ്റ് -85 e⁻t ആംപിയർ ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ദ കറണ്ട് I2 ഓഫ് t ഇൻ ദ കപ്പിൾഡ് സർക്യൂട്ട് എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. സോ എഗെയിൻ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വെച്ചുകൊണ്ടുള്ള ഫിഗർ വരയ്ക്കാം. ആ ഡിപ്പെൻഡൻറ്റ് സോഴ്സിന് ഡോട്ട് വരുന്നതിനെ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യുക. നെക്സ്റ്റ് ഇൻഡക്റ്റൻസ്, ഇനി ഇവിടെ ഒരു 30 sin t പ്ലസ് നെഗറ്റീവ് 30 sin t. ഇനി അപ്പുറത്തെ എൻഡിൽ എഗെയിൻ ഒരു ഇൻഡക്റ്റൻസ്, ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സ്, ഒരു ഡോട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സ്. ഇനി I2 ഓഫ് t ഇവിടെ കൂടെ ഫ്ലോ ചെയ്യും. ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2 ഓഫ് t, ഇത് I1 ഓഫ് t,
തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് 0.1 ഹെൻറി ആയിട്ട് തന്നിട്ടുണ്ട്. സോ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഈ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ 0.2 ഹെൻറി ആയിട്ട് തന്നിട്ടുണ്ട്. ഇവിടെയും 0.2 ഹെൻറി ആണ്. ഇനി ആ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വെച്ചുകൊണ്ടുള്ള സോഴ്സിൻ്റെ വാല്യൂ നോക്കാം. ഇവിടെ ഫസ്റ്റ് ഈ രീതിയിൽ കറണ്ട് ഇങ്ങനെ വരുന്നു. അപ്പോൾ ഡോട്ടിൽ കറണ്ട് എൻട്രി ചെയ്യാണ് ചെയ്യുന്നത്. സോ നമുക്ക് ഡോട്ടിൽ കറണ്ട് എൻട്രി ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഈ സെക്കൻഡ് കോയിലിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കറണ്ട് ഈ രീതിയിൽ വന്ന് ഡോട്ടിൽ ലീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അത് ഇൻഎഫക്റ്റ് ഉണ്ടാക്കുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാരണമുള്ള EMF നെഗറ്റീവായിട്ട് വരും. സോ നെഗറ്റീവ് പോസിറ്റീവ്, ഇവിടെയും അതേ ഇത് തന്നെ, നെഗറ്റീവ് പോസിറ്റീവ്. ഇനി ഇതിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യാം. അത് 0.1 എം ഇൻറ്റു ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എം ഇൻറ്റു d/dt ഓഫ് I2, എം ഇൻറ്റു d/dt ഓഫ് I2, അതായത് 0.1 d/dt ഓഫ് I2. സിമിലർലി മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ ചേഞ്ച് ഇല്ല. 0.1 d/dt ഓഫ് ഫസ്റ്റ് കോയിലിലൂടെ പോകുന്ന കറണ്ട് I1 ആണ്. സോ I1 ആയിട്ട് മാറും. ഫസ്റ്റ് ലൂപ്പിൽ കിർച്ചോസ് വോൾട്ടേജ് ലോ അല്ലെങ്കിൽ മെഷ് ഇക്വേഷൻ എഴുതുകയാണ്. 30 sin t ഈക്വൽ ടു നമ്മൾ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ഈ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് കാരണം ഉള്ളത് വരുന്നുണ്ട്. സോ -0.1 d/dt ഓഫ് I2 പ്ലസ് 0.2 d/dt ഓഫ് I1 ആയിട്ട് വന്നു. ഇക്വേഷൻ 1 ആയിട്ട് നമുക്കിത് മാർക്ക് ചെയ്യാം. സിമിലർലി സെക്കൻഡ് ലൂപ്പിൻ്റെ ഇക്വേഷൻ എഴുതാം. ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ഒന്നുമില്ല. സോ 0 ഈക്വൽ ടു 0.2 d/dt ഓഫ് അവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2, നമ്മൾ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വരുന്നു 0.1 d/dt ഓഫ് I1. റൈറ്റ്, ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് I2 ആണ്. സോ I1 ഇൻ ടേംസ് ഓഫ് I2 ആയിട്ട് റെപ്രസെൻറ്റ്. ദാറ്റ് മീൻസ് സെക്കൻഡ് ഇക്വേഷനെ d/dt ഓഫ് I1 ഈക്വൽ ടു 2 d/dt ഓഫ് I2 ആയിട്ട് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്ത് ഇക്വേഷൻ 3 ആയിട്ട് വരാം. 3 in 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 30 sin t ഈക്വൽ ടു -0.1 d/dt ഓഫ് I2. അഗെയിൻ ഇവിടെ di1/dtക്ക് 2 ഇൻറ്റു d/dt ഓഫ് I2 ആയിട്ട് വന്നു. സോ 2 ഇൻറ്റു 0.2 is 0.4 പ്ലസ് 0.4 di2/dt ആയിട്ട് വന്നു. സോ അതിനെ എനിക്ക് 0.3 d/dt ഓഫ് I2 ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. സോ അതിൽ നിന്ന് I2 കാൽക്കുലേറ്റ് ചെയ്യാം. I2 ഈക്വൽ ടു 30/0.3 ദാറ്റ് ഈസ് 100 ഇൻ്റഗ്രൽ 0 to t sin t dt. സോ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 100 ഇൻറ്റു മൈനസ് കോസ് t വിത്ത് ലിമിറ്റ്സ് 0 to t. So again 100 into minus cos t plus 1 or 1 minus cos t into 100 ആയിട്ട് ഫൈനൽ ആൻസർ ഒബ്റ്റെയിൻ ചെയ്യും. റൈറ്റ്. So next question is obtain the dotted equivalent circuit and find mesh currents and the voltage across the capacitor എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. സോ തന്നിരിക്കുന്ന ഈ സർക്യൂട്ടിന് ആദ്യം കറണ്ടിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യാം. കറണ്ടിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്ത് കറസ്പോണ്ടിംഗ്ലി ഫ്ലക്സ് കണ്ടുപിടിച്ചിട്ട് ഡോട്ടഡ് ഇക്വലൻ്റ് ആയിട്ടുള്ള സർക്യൂട്ട് ആദ്യം കൺസ്ട്രക്ട് ചെയ്യാം. കറണ്ടിൻ്റെ ഡയറക്ഷൻ കറണ്ട് ഈ രീതിയിൽ വരുന്നു. റൈറ്റ്. എന്നിട്ട് ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്നു. ഇനി ഇവിടെയും ഒരു കറണ്ട് സോഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഇവിടെയും ഫ്ലോ ചെയ്യും. ആൻഡ് അഗെയിൻ ഇങ്ങോട്ട് വന്ന് ഈ കറണ്ട് I2 ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുക. ഇതിനെ I1 ആയിട്ട് മാർക്ക് ചെയ്യാം. അതായത് ഇത് I1 ആയിട്ടും ഇത് I2 ആയിട്ടും നമുക്ക് മാർക്ക് ചെയ്യാം. റൈറ്റ്. ഇനി ഇത് കാരണമുള്ള ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ നമുക്ക് നോക്കാം. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യുക. സോ കറണ്ട് ഈ കംപ്ലീറ്റ് ഈ ഡയറക്ഷൻ ആകുമ്പം തമ്പ് പോയിന്റ് ചെയ്യുന്നത് മുകളിലോട്ടാണ്. സോ ഫ്ലക്സ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഇതേ കണക്ക് വരും. Y1 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. സിമിലർലി കറണ്ടിൻ്റെ ഡയറക്ഷൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാകുമ്പോൾ തമ്പ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ പോയിന്റ് ഔട്ട് ചെയ്യും. സോ അതുകൊണ്ട് ഇത് Φ2 ആയിട്ട് വരും. ഇനി ഈ Φ1ഉം Φ2ഉം എയ്ഡ് ചെയ്യുന്ന രീതിയിലാണ്. Φ2ൻ്റെ അതേ ഡയറക്ഷൻ തന്നെയാണ് Φ1ഉം മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഗ്രൂപ്പിൽ. സോ അതുകൊണ്ട് തന്നെ രണ്ടും എയ്ഡ് ചെയ്യുന്ന രീതിയിലാണ്. സോ ഇത് വെച്ചുകൊണ്ടുള്ള
കറസ്പോണ്ടിങ് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വെച്ചുകൊണ്ടുള്ള സർക്യൂട്ടിലേക്ക് നമുക്ക് പോകും. ഫസ്റ്റ് 10 ആംഗിൾ 0 പ്ലസ് നെഗറ്റീവ്, അത് കഴിഞ്ഞിട്ട് ഒരു റെസിസ്റ്റൻസ് 5 ഓം വന്നു. നെക്സ്റ്റ് ഇൻഡക്റ്റൻസ് J5 ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി ആ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് മാർക്ക് ചെയ്യാം. ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വാല്യൂ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ J2 ആയിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ പോകുന്ന അതേ ഡയറക്ഷനിലാണ് വരുന്നത്. അതായത് രണ്ടും AD ചെയ്യുന്നതാണ്. സോ പ്ലസ് നെഗറ്റീവ്, നെക്സ്റ്റ് അതിൻ്റെ വാല്യൂ J2 ഇൻറ്റു ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2 ആണ്. സോ അതുകൊണ്ട് J2 ഇൻറ്റു I2. അഗെയിൻ ഇത് ക്യാപിറ്റൽ ലെറ്ററിൽ മാർക്ക് ചെയ്യാം, കാരണം ഇത് ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ, ടൈം ഡൊമൈനിലേക്ക് ഫ്രീക്വൻസി ഡൊമൈനിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് താഴോട്ട് ഒരു -J10. സോ സെക്കൻഡ് ലൂപ്പ് വരയ്ക്കാം. ആദ്യം ഇൻഡക്റ്റൻസ് J5, നെക്സ്റ്റ് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആയിരുന്നുള്ള ഡിപ്പെൻഡൻറ്റ് സോഴ്സ്, അതിൻ്റെ ഡയറക്ഷനും AD ചെയ്യുന്ന രീതിയിലാണ്. ഇവിടെ പ്ലസ് നെഗറ്റീവ് ആയിരുന്നു. കറണ്ട് സോഴ്സ് ഈ രീതിയിൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. I1 എന്ന് പറഞ്ഞ രീതിയിൽ വരുന്നു. ഇവിടുത്തെ കറണ്ട് സോഴ്സ് ഈ രീതിയിലാണ്. ഇവിടെ AD ചെയ്യുമ്പോൾ I2, സോ പ്ലസ് നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ്. നെക്സ്റ്റ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കഴിഞ്ഞ് ഇനി 5 ഓം റെസിസ്റ്റൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആ 10 ആംഗിൾ 90 ഡിഗ്രി ഉണ്ട്. പ്ലസ് നെഗറ്റീവ് 10 ആംഗിൾ 90. സോ ഇനി അതിൻ്റെ ലൂപ്പ് ഇക്വേഷൻ എഴുതാം. ലൂപ്പ് ഇക്വേഷനിൽ ഫസ്റ്റ് ലൂപ്പിൻ്റെ എഴുതുകയാണ്. 10 ആംഗിൾ 0, I1ൻ്റെ ടേംസ് ആദ്യം നമുക്ക് നോട്ട് ചെയ്യാം. 5I1 പ്ലസ് J5. സോ I1 ഇൻറ്റു 5 പ്ലസ് J5. ഇനി ഇവിടെ ഷെയർ ചെയ്യുന്നതാണ്. സോ -J10, റൈറ്റ്, -J10 പ്ലസ് ഇനി I2ൻ്റെ ടേംസ് എഴുതുകയാണ്. I2ൻ്റെ ടേംസിൽ J2, നമ്മൾ പോകുന്ന അതേ ഡയറക്ഷനുണ്ട്. ഇവിടെ ഒരു -J10 കൂടെ വരും. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 10 ആംഗിൾ 0 അല്ലെങ്കിൽ 10 ഈക്വൽ ടു I1 ഇൻറ്റു 5 -J5 പ്ലസ് I2 ഇൻറ്റു -J8. ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷനായിട്ട് മാർക്ക് ചെയ്യും. സെക്കൻഡ് ഇക്വേഷൻ എഴുതാം. 10 ആംഗിൾ 90 ഈക്വൽ ടു I1ൻ്റെ ടേംസ് ഫസ്റ്റ് ഓഫ് ഓൾ മാർക്ക് ചെയ്യാം. J2 I1. ഇനി നെക്സ്റ്റ് ഈ കപ്പാസിറ്ററിലൂടെ ഉള്ളതാണ്. I1 പ്ലസ് I2 ഇൻറ്റു -J10 ആണ്. സോ -J10 പ്ലസ് I2. I2ൻ്റെ ടേംസ് J5 ഉണ്ട്, -J10 ഉണ്ട്, പ്ലസ് 5 ഉണ്ട്. സോ ഇത് റീഅറേഞ്ച് ചെയ്യാം. 10 ആംഗിൾ 90 ഈക്വൽ ടു I1 ഇൻറ്റു -J8 പ്ലസ് I2 ഇൻറ്റു J5 minus J10 is -J5. So 5 minus J5. ഇക്വേഷൻ 2 ആയിട്ട് മാർക്ക് ചെയ്യാം. സോ ഇനി ഇത് മെട്രിക്സ് മോഡിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മെട്രിക്സ് മോഡിൻ്റെ ഇക്വേഷൻസിലേക്ക് നമുക്ക് എഴുതാം. സോ 5 minus J5 minus J8 minus J8 again 5 minus J5 into I1 I2. സോഴ്സസ് 10 ആംഗിൾ 0, 10 ആംഗിൾ 90 ഡിഗ്രി. ക്രാമേഴ്സ് റൂൾ വെച്ച് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് I1ഉം I2ഉം ഒബ്റ്റെയിൻ ചെയ്യും. ഫസ്റ്റ് I1 കാൽക്കുലേറ്റ് ചെയ്യാം. I1 ഈക്വൽ ടു 10 ആംഗിൾ 90 തന്നെയാണ് J10 മൈനസ് J8 5 മൈനസ് J5 divided by 5 minus J5. ഞാൻ ഡയറക്റ്റ്ലി ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്. 5 minus J5 the whole square minus J8 the whole square. സോ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ I1 equal to 0.72 ആംഗിൾ -82.97 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. സിമിലർലി നമുക്ക് I2 കാൽക്കുലേറ്റ് ചെയ്യാം. I2 equal to 5 minus J5 minus J8 10 J10.
So denominator part 5 minus j5 the whole square minus j8 the whole square. So again ഇത് calculate ചെയ്യുമ്പോൾ I2 equal to 1.71 angle 106.96 degree ആയിട്ട് നമുക്ക് obtain ചെയ്യും. റൈറ്റ്. ഇനി കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജും കൂടെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. വി സി കപ്പാസിറ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ്. സോ വി സി എന്ന് പറയുന്നത് I1 പ്ലസ് I2 ഇൻറ്റു അതിൻ്റെ ഫ്രീക്വൻസി ഡൊമൈനിലെ വാല്യൂ, അതായത് മൈനസ് J10. സോ മൈനസ് J10 ഇൻറ്റു I1 ഓഫ് എസ് പ്ലസ് I2 ഓഫ് എസ്. സോ ഈ രണ്ട് വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഒബ്റ്റെയിൻ ചെയ്യാം. ആൻസർ ഒബ്റ്റെയിൻ ചെയ്യുന്നത് 10.08 ആംഗിൾ 24.03 ഡിഗ്രി ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ ഇക്വലന്റ് ഇൻഡക്റ്റൻസ് ഓഫ് ദ നെറ്റ്വർക്ക് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് കെ വെച്ചാണ് ഇത് റിലേറ്റ് ചെയ്യുന്നത്. അത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത് എം ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് L1 L2 ആണ്. L1 L2 ആണ്. സോ ഇവിടെ ഫസ്റ്റ് ഇവിടെ 3 മ്യൂച്വൽ ഇൻഡക്റ്റൻസസ് ഉണ്ട്. സോ അത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. M12 ഫസ്റ്റും സെക്കൻഡും തമ്മിലുള്ളത്. അതുകൊണ്ട് ഫസ്റ്റിൻ്റെ കെ വാല്യൂ 0.33 ഇൻറ്റു റൂട്ട് ഓഫ് 12 ഇൻറ്റു 14. സോ അത് നമുക്ക് ചെയ്യുമ്പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് 4.28 ഹെൻറി ആയിട്ട് വരും. സിമിലർലി സെക്കൻഡും തേർഡും ഉണ്ട് M23. അഗെയിൻ അതിൻ്റെ വാല്യൂ 0.37 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 14 സ്ക്വയർ. അപ്പോൾ 0.37 ഇൻറ്റു 14 അതായത് 5.18 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. ഇനി ലാസ്റ്റ് വൺ M31 ആണ്. ഫസ്റ്റും തേർഡും തമ്മിലുള്ളത്. അത് 0.65 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 12 ഇൻറ്റു 14. അഗെയിൻ അത് ആൾമോസ്റ്റ് 8.42 ഹെൻറി ആയിട്ട് വന്നു. ഇനി നമുക്കിതിൻ്റെ നെറ്റ് ഇൻഡക്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. എൽ എഫക്റ്റീവ് ഈക്വൽ ടു ഫസ്റ്റ് വണ്ണിൻ്റെ ഇൻഡക്റ്റൻസ് 12. ഇവിടെ ഡോട്ട് വേറെ കളർ യൂസ് ചെയ്യാം. ഓക്കെ, ഡോട്ട് കറണ്ട് എൻ്റർ ചെയ്യുന്നിടത്തുണ്ട്. ഫസ്റ്റും സെക്കൻഡുമായിട്ട് നോക്കുമ്പോൾ ഈ സെക്കൻഡിൽ ഡോട്ട് ലീവ് ചെയ്യുന്നിടത്താണ്. സോ ഫസ്റ്റും സെക്കൻഡും ഷെയർ ചെയ്യുന്ന ഇൻഡക്റ്റൻസ് ആയിട്ടുള്ള ഇത് നെഗറ്റീവ് വരും, -4.28. ഇനി ഫസ്റ്റിലും തേർഡിൻ്റെ ഡോട്ട് ഈ രീതിയിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് അത് പോസിറ്റീവ് വരും, +8.42. റൈറ്റ്, 8.42. ഇനി സെക്കൻഡ് ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ 14 ഉണ്ട്. അഗെയിൻ ഓപ്പോസിറ്റ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. M21 എന്ന് പറയുന്നത്. സോ -4.28 പ്ലസ് ഇനി ഇത് തമ്മിലുള്ള നമുക്ക് നോക്കാം. ഇത് അഗെയിൻ ഇവിടെ കറണ്ട് ലീവ് ചെയ്യുന്നു, ഇവിടെ കറണ്ട് എൻ്റർ ചെയ്യുന്നു ഡോട്ടിൽ. സോ അതുകൊണ്ട് അഗെയിൻ അതും നെഗറ്റീവ് തന്നെ വന്നു, -M23 5.18 പ്ലസ്. ഇനി മൂന്നാമത്തെ ടൈം ചെക്ക് ചെയ്യാം. ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ 14, ഫസ്റ്റും തേർഡും അത് പോസിറ്റീവ് സൈൻ ആണ്. സോ +8.42. സെക്കൻഡും തേർഡും നേരത്തെ കിട്ടിയ -5.18. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ ഒബ്റ്റെയിൻ ചെയ്യുന്ന 37.92 ഹെൻറി ആയിട്ട് നമുക്ക് ആൻസർ ഒബ്റ്റെയിൻ ചെയ്യും. 37.92 ഹെൻറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ലീനിയർ ട്രാൻസ്ഫോമറിൻ്റെ ആണ്. ഫോർ എ ലീനിയർ ട്രാൻസ്ഫോമർ Z1 എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. Z1 ഈക്വൽ ടു 60 മൈനസ് J100 ഓം, Z2 ഈക്വൽ ടു 30 പ്ലസ് J40 ഓം, ആൻഡ് ZL ഇതാണ്. ZL ഈക്വൽ ടു 80 മൈനസ് J60 ഓം. ഫൈൻഡ് ദ ഇൻപുട്ട് ഇംപിഡൻസ് ആൻഡ് കറണ്ട് I1 എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ലൂപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ്. സോ ഇതിൻ്റെ ലീനിയർ ട്രാൻസ്ഫോമറിൻ്റെ ജനറൽ ഇംപിഡൻസ് പ്രൈമറി സൈഡിൽ നിന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് Z ഇൻപുട്ട് ഈക്വൽ ടു ഈ പ്രൈമറി സൈഡിലെ ടോട്ടൽ ഇംപിഡൻസ്, അതായത് Z1 പ്ലസ് Z1 എന്ന് പറയുന്ന ഈ ഇംപിഡൻസ് ആയിരുന്നു. Z1 പ്ലസ് അടുത്ത ഈ ഇംപിഡൻസ് ആണ് J20. ജനറൽ എക്സ്പ്രഷനിൽ നിന്നാണ് ഇത് എഴുതുന്നത്. പ്ലസ് ഒമേഗ സ്ക്വയർ M സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ, അതായത് സെക്കൻഡറി സൈഡിലെ ടോട്ടൽ ഇംപിഡൻസ്. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് സെക്കൻഡറി സൈഡിലെ ടോട്ടൽ ഇംപിഡൻസ്. അതെ, J40 ആയിട്ട് തന്നിട്ടുണ്ട്. J40 പ്ലസ് ഇത് Z2 ആണ്, പ്ലസ് ZL. സോ Z ഇൻപുട്ട് ഈക്വൽ ടു Z1 നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന 60 മൈനസ് J100 പ്ലസ് J20 പ്ലസ് സെക്കൻഡ് ടൈം, അതായത് ഒമേഗ സ്ക്വയർ M സ്ക്വയർ എന്ന് പറയുന്നത് 5 സ്ക്വയർ ആണ്. 5 സ്ക്വയർ ഡിവൈഡഡ് ബൈ J40 പ്ലസ് Z2 എന്ന് പറയുന്നത്
30 പ്ലസ് 40 ജെ. ZL എന്ന് പറയുന്നത് 80 മൈനസ് J60. സോ അത് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 60 മൈനസ് J80 പ്ലസ് 25 ഡിവൈഡഡ് ബൈ J40 J80 minus J60, so J20. 30 plus 80 110. So ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 100.1 ആംഗിൾ മൈനസ് 100.1 ആംഗിൾ മൈനസ് 53.04 ഡിഗ്രി എന്ന് നമുക്ക് ഒപ്പിക്കും. സോ ഇൻപുട്ട് ഇമ്പിഡൻസ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇവാലുവേറ്റ് ചെയ്യും. ഇനി കറണ്ട് ആണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്ന I1 ആണ്. സോ I1 എന്ന് പറയുന്നത് I1 ഈക്വൽ ടു ഇൻപുട്ട് സൈഡിലെ വോൾട്ടേജ് 50 ആംഗിൾ 60 ഡിവൈഡഡ് ബൈ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇമ്പിഡൻസ് ZIN. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് 0.5 ആംഗിൾ 113.1 ഡിഗ്രി ആയിട്ട് കറണ്ട് ഒപ്റ്റെയിൻ ചെയ്യും. ലാസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് സിമിലർ ആയിട്ടുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനും. ഫൈൻഡ് ദ ഇൻപുട്ട് ഇമ്പിഡൻസ് ഓഫ് ദ സർക്യൂട്ട് ആൻഡ് കറണ്ട് ഫ്രം ദ വോൾട്ടേജ് സോഴ്സ്. ഇൻപുട്ട് ഇമ്പിഡൻസ് Z ഇൻപുട്ട് ഈക്വൽ ടു ലീനിയർ ട്രാൻസ്ഫോമറിൽ ടോട്ടൽ ഇമ്പിഡൻസ് ഓഫ് ദി പ്രൈമറി സൈഡ് ദാറ്റ് ഈസ് 4 പ്ലസ് 8J പ്ലസ് ഒമേഗ സ്ക്വയർ എം സ്ക്വയർ. സോ അത് പ്ലസ് 3 സ്ക്വയർ. J3 ആണ് ഇവിടുത്തെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആയിട്ട് തന്നിരിക്കുന്നത്. എയ്ഡ് ചെയ്താലും ഒപ്പോസ് ചെയ്താലും ഇൻപുട്ട് ഇമ്പിഡൻസിന് ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല. സോ 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ സെക്കൻഡറി സൈഡിലെ ടോട്ടൽ ഇമ്പിഡൻസ് J10 പ്ലസ് 6 പ്ലസ് 4J മൈനസ് J6. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഒപ്റ്റെയിൻ ചെയ്യുന്നത് 8.579 ആംഗിൾ 58.05 ഡിഗ്രി ആയിട്ട് ഒപ്റ്റെയിൻ. 8.579 ആംഗിൾ 58.05. സോ ഇമ്പിഡൻസ് 80, വോൾട്ടേജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻപുട്ട് കറണ്ടും കണ്ടുപിടിക്കാൻ പറ്റും. ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് 10 ഡിവൈഡഡ് ബൈ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇൻപുട്ട് ഇമ്പിഡൻസ് Z. സോ അതിൻ്റെ ആൻസർ വരുന്നത് 1.165 ആംഗിൾ മൈനസ് 58.05 ഡിഗ്രി ആംബിയസ് ആയിട്ട് ഒപ്റ്റെയിൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോകാം. ഫൈൻഡ് ദ കറണ്ട് I1 ഇൻ ദ നെറ്റ്വർക്ക് ആണ് ഈ ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ കറണ്ടിൻ്റെ ഡയറക്ഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഡോട്ടിനെ റിലേറ്റ് ചെയ്യുമ്പം കറണ്ട് ഡൗൺവേർഡ് ആയിട്ട് പോകുന്നു. ഈ ഡോട്ടിനെ റിലേറ്റ് ചെയ്യുമ്പം കറണ്ട് എൻ്റർ ചെയ്യുന്നു. സിമിലർലി ഈ ഡോട്ടിൽ കറണ്ട് ഡൗൺവേർഡ്, എഗെയിൻ ഈ ഡോട്ടിൽ കറണ്ട് എൻ്റർ ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ ഇത് തമ്മിലുണ്ടായിരിക്കുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാരണമുള്ള EMF നെഗറ്റീവായിട്ടേ വരത്തുള്ളൂ. എഗെയിൻ ഇത് കാരണം ഉണ്ടാവുന്നതും നെഗറ്റീവായിട്ട് ജനറേറ്റ് ചെയ്യത്തുള്ളൂ. സോ ഇനി നമുക്ക് ഡയറക്റ്റ്ലി ആ ലൂപ്പിക്കേഷൻസ് എഴുതാം. ഫസ്റ്റ് ലൂപ്പിൽ ഒരു വോൾട്ടേജ് സോഴ്സും ഇല്ല. സോ 0 ഈക്വൽ ടു ടോട്ടൽ ഇമ്പിഡൻസ് 4 പ്ലസ് 1 5 പ്ലസ് J1 4 പ്ലസ് J1 പ്ലസ് 4. സോ 1 പ്ലസ് J1 പ്ലസ് 4. സോ 5 പ്ലസ് J1 I1. ഇനി ഷെയർ ചെയ്യുന്നത് മൈനസ് J3 I2. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഈ കോയിലിൻ്റെ പോകുന്ന കറണ്ട് കാരണമാണ് ഉണ്ടാകുന്നത്. സോ മൈനസ് J3 I2 ഇക്വേഷൻ 1 ആയിട്ട് മാർക്ക് ചെയ്തു. സിമിലർലി സെക്കൻഡ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യാം. സെക്കൻഡ് എക്സ്പ്രഷനിൽ വോൾട്ടേജ് സോഴ്സ് 100 ആംഗിൾ 0 ആയിട്ട് തന്നിട്ടുണ്ട്. 100 ആംഗിൾ 0 ഈക്വൽ ടു ലൂപ്പ് ഇക്വേഷൻ എഴുതാം. 4 പ്ലസ് J2 റൈറ്റ് 4 പ്ലസ് J2 കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2 പ്ലസ് 3 പ്ലസ് J9 അഗെയിൻ I2 കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഇനി തമ്മിൽ ഷെയർ ചെയ്യുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ് മൈനസ് J3 I1 മൈനസ് J4 I3. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. I1ൻ്റെ ടേംസ് ആദ്യം എടുക്കുന്നു. മൈനസ് J3 I1ൻ്റെ ഈ ഒരൊറ്റ ടേമേ ഉള്ളൂ. ഇനി I2ൻ്റെ ടേംസ് എടുക്കുകയാണ്. 4 പ്ലസ് 3 ഇത് രണ്ടുമാണ് I2ൻ്റെ ടേംസ് ആയിട്ടുള്ളത്. സോ 4 പ്ലസ് 3 ഈസ് 7 പ്ലസ് J11 I2. ഇനി I3യുടെ ടേമും കൂടെ ഉള്ളൂ. മൈനസ് J4 I3 100 ആംഗിൾ 0 അത് 100 തന്നെയാണ്. ഇത് എക്സ്പ്രഷൻ 2 ആയിട്ട് മാർക്ക് ചെയ്യാണ്. സിമിലർലി ലാസ്റ്റ് എക്സ്പ്രഷൻ അവിടെയും ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ഒന്നുമില്ല. സോ 0 ഈക്വൽ ടു 5 into I3. So I3 into 5 plus ആയിട്ട് എഴുതാം. I3 into 5 plus 6 plus J8. ഇനി ഷെയർ ചെയ്യുന്നത് മൈനസ് J4 I2. സോ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ 0 ഈക്വൽ ടു മൈനസ് J4 I2 പ്ലസ് 11 പ്ലസ് 8J എന്ന് വരും. 11 പ്ലസ് 8J I3 ഇക്വേഷൻ 3 ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്
I1 ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. സോ I1 ഈക്വൽ ടു ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിനോമിനേറ്റർ മെട്രിക്സ് എഴുതാം. ഡിനോമിനേറ്റർ മെട്രിക്സിൽ I1ന്റെ കോഎഫിഷ്യൻസ് 5 പ്ലസ് J1, സെക്കൻഡ് മൈനസ് J3, 0. ഇനി സിമിലർലി സെക്കൻഡ് എക്സ്പ്രഷനിൽ I1ന്റെ ടേംസ് മൈനസ് J3, നെക്സ്റ്റ് I2ന്റെ ടേംസ് 7 പ്ലസ് J11, നെക്സ്റ്റ് മൈനസ് J4. സിമിലർലി ലാസ്റ്റ് എക്സ്പ്രഷനിൽ I1 ടേംസ് ഒന്നുമില്ല, I2 ടേംസ് മൈനസ് J4, I3 ടേംസ് 11 പ്ലസ് 8J. ഇനി ന്യൂമറേറ്റർ പാർട്ടാണ് എഴുതാനുള്ളത്. ന്യൂമറേറ്റർ പാർട്ടിൽ ഈ വോൾട്ടേജിന്റെ വാല്യൂസ് കൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 100, ഫസ്റ്റ് വൺ I1ന്റെ ടേംസിൽ 0, സോ 0, നെക്സ്റ്റ് ഇത് 100, അഗെയിൻ 0. ഇനി ഈ കോളം അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. മൈനസ് J3, 7 പ്ലസ് J11, മൈനസ് J4, നെക്സ്റ്റ് 0, മൈനസ് J4, 11 പ്ലസ് 8J. റൈറ്റ്. സോ ഇനി മുകളിലുള്ള എക്സ്പ്രഷൻസ് ഞാൻ ഒന്ന് റബ്ബ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. സോ ഇതിൽ ന്യൂമറേറ്റർ പാർട്ടിൽ ഒറ്റ ടേംസിന്റെ മാത്രം മൾട്ടിപ്ലിക്കേഷൻ ഉള്ളൂ. അത് ന്യൂമറേറ്റർ പാർട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് 2400 പ്ലസ് J 3300 എന്ന് വന്നു, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ പാർട്ട് സോൾവ് ചെയ്യുമ്പോൾ മൈനസ് 133 പ്ലസ് J 946 എന്ന് വന്നു. സോ റിസൾട്ടന്റ് ആൻസർ എന്ന് പറയുന്നത് 4.27 ആംഗിൾ 28 ഡിഗ്രി ആയിട്ട് ഒത്തു. 4.27 ആംഗിൾ 28 ഡിഗ്രി ആയിട്ട്. So, okay, thank you.